പാലക്കാട് പ്രദേശത്തിന്റെ ചരിത്രപരവും പുരാവസ്തുപരവും സാംസ്കാരികവുമായ പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്നാണ് പാലക്കാട് കോട്ട. ഈ പ്രദേശത്തു നിന്ന് ലഭിച്ച പ്രാചീന ശിലായുധങ്ങൾ, മഹാശിലായുഗ സ്മാരകങ്ങൾ, മധ്യകാല സ്മാരകങ്ങൾ, ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ എന്നിവയെല്ലാം ഇതിന്റെ സാംസ്കാരിക പൈതൃകത്തിന് തെളിവാണ്. ചരിത്രം: പാലക്കാട് അച്ചന്മാർ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ നാടുവാഴികൾക്ക് കോഴിക്കോട് സാമൂതിരിയിൽ നിന്ന് നിരന്തരം ഭീഷണി നേരിടേണ്ടി വന്നിരുന്നു. ഇതിനെ തുടർന്ന് അച്ചന്മാർ മൈസൂർ രാജാവായ ഹൈദർ അലിയുടെ സഹായം തേടി. ഹൈദർ അലി സാമൂതിരിയെ പരാജയപ്പെടുത്തുകയും അച്ചന്മാരെ സഹായിക്കുകയും ചെയ്തു. തുടർന്ന് 1766 ഹൈദർ അലി ഈ കോട്ട വിപുലമായി പുനർനിർമ്മിച്ചു. കർണാടകയും പശ്ചിമ തീരവും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനും സൈനിക നീക്കങ്ങൾക്കുമായാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്നത്. ഫ്രഞ്ച് ഉപദേശകരുടെ സഹായത്തോടെ കോട്ടയുടെ പ്രതിരോധം അദ്ദേഹം ഗണ്യമായി വർദ്ധിപ്പിച്ചു. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരത്തിൽ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് സാമൂതിരിയുടെ സൈന്യം കോട്ട പിടിച്ചെടുത്തെങ്കിലും 1790 ബ്രിട്ടീഷ് കേണൽ സ്റ്റുവർട്ട് ഇത് തിരിച്ചുപിടിച്ചു. ടിപ്പു സുൽത്താനെതിരായ നീക്കത്തിൽ ഇംഗ്ലീഷുകാർ ആദ്യം ലക്ഷ്യമിട്ടത് പാലക്കാടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് തഹസിൽദാർ ഓഫീസായും മറ്റു സർക്കാർ ഓഫീസുകളായും പ്രവർത്തിച്ചു പോന്നു. 1877 ഇതൊരു ജയിലാക്കി മാറ്റി. വാസ്തുവിദ്യ: 15 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഈ കോട്ട ചതുരാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കിടങ്ങുകളുണ്ട്. കട്ടിയുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഇതിന്റെ അടിത്തറയും ഗോപുരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. പീരങ്കികളുടെ ആക്രമണത്തിൽ നേരിടാൻ കഴിയുന്ന ശക്തമായ ഒരു കോട്ടയായിരുന്നു ഇത്. കോട്ടയുടെ എല്ലാ കോണുകളിലും മധ്യഭാഗത്തും ശക്തമായ ഗോപുരങ്ങളുണ്ട്. കിഴക്കൻ മതിലിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന 2 ഗോപുരങ്ങൾ ഇതിന്റെ പ്രത്യേകതയാണ്. വടക്കു ഭാഗത്താണ് കോട്ടയുടെ പ്രധാന പ്രവേശന കവാടം. പഴയ കാലത്ത് ഇവിടെ ഒരു തൂക്കുകാലം ഉണ്ടായിരുന്നു. എൽ ആകൃതിയിലുള്ള പ്രവേശന കവാടം കോട്ടയുടെ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഡെക്കാൻ വാസ്തുവിദ്യ ശൈലിയുടെ സ്വാധീനം പ്രവേശന കവാടത്തിൽ കാണാം. കവാടത്തിനുള്ളിൽ ഇരുവശത്തും കാവൽക്കാർക്കുള്ള മുറികളുണ്ട്. കോട്ടയുടെ മതിലുകൾ താഴെ ഗ്രാനൈറ്റ് കൊണ്ടും മുകൾ ഭാഗം ചുടുകട്ട കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മതിലുകളിൽ വെടിയുതിർക്കാനുള്ള ചെറിയ ദ്വാരങ്ങൾ കാണാം. ഗോപുരങ്ങളുടെ മതിലുകളിൽ നിർമ്മിച്ച സെൻട്രി ബോക്സുകൾ കോട്ടയുടെ മറ്റൊരു സവിശേഷതയാണ്. കോട്ടയ്ക്കുള്ളിൽ പടികളുള്ള കിണറുകൾ, തൂണുകളുള്ള മണ്ഡപം, ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ എന്നിവയുണ്ട്. 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോട്ടയെ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു.